എൻ്റെ അമ്മയാണ്. അമ്മയുടെയും അച്ഛൻ്റെയും പ്രോത്സാഹനം കാരണം കൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. അച്ഛനും അമ്മയ്ക്കും പാടാൻ കഴിവുണ്ടായിരുന്നു. അമ്മയാണ് എന്നെ പാട്ട് പഠിപ്പിക്കാനായിട്ട് ആദ്യമായിട്ടൊരു ടീച്ചറെ അറേഞ്ച് ചെയ്തത്. നഴ്സറി ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ അല്ല സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിൽ പാട്ടുകളെല്ലാം അവൻ അതേ രീതിയിൽ തന്നെ മൂളും. അപ്പോൾ ഞങ്ങൾക്ക് അതിൽ ഭയങ്കര ഇഷ്ടം തോന്നി. അവന് സംഗീതം പെട്ടെന്ന് നമ്മൾ ആ പാട്ട് മറന്നു കാണും, പക്ഷെ അവന് ആ പാട്ട് അതേ രീതിയിൽ പാടും. അപ്പോൾ നമുക്ക് അവന് സംഗീതത്തിൽ താല്പര്യമുണ്ടെന്ന് മനസ്സിലായി. ഒരു സംഗീതം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 2ാം ക്ലാസ് തൊട്ട് ഞങ്ങൾ നല്ലൊരു ഗുരുവിനെ കണ്ട് അന്വേഷിച്ച് തുടങ്ങി. പിന്നീടാണ് നാരായണ നമ്പൂതിരി സാറിനെ, ചന്ദ്രമേനോൻ നാരായണ നമ്പൂതിരി സാറിനെ പറ്റി കേട്ടത്. പിന്നെ അവിടെ അവൻ 8ാം ക്ലാസ് തൊട്ട് ബസ് യാത്ര ചെയ്ത് പെരുമ്പാവൂർ പോയി തന്നെ പഠിച്ച് ശനി ഞായറും ദിവസങ്ങളിൽ അവിടെ പോയി പഠിച്ച് വരുമായിരുന്നു. മാരുതി സന്നൂത നാമ, മാരുതി സന്നൂത നാമ. ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഗുരുനാഥൻ ശ്രീ ചന്ദ്രമേനോൻ നാരായണ നമ്പൂതിരി സാർ. ഈ വർഷം കൂടി കൂട്ടുമ്പോൾ ഇപ്പോൾ 18 വർഷമായി ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പാട്ട് പഠിക്കുന്നു. പണ്ടത്തെ പോലെ റെഗുലറായിട്ട് വരാൻ പറ്റില്ലെങ്കിലും ഇപ്പോഴും സമയം കിട്ടുമ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരാറുണ്ട്, പാട്ട് പഠിക്കാറുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം എൻ്റെ ഗുരുനാഥൻ മാത്രമല്ല, ഒരു മ്യൂസിക് ഡയറക്ടർ കൂടിയാണ്. 2 വർഷമായി ഇദ്ദേഹം സംഗീത സംവിധാന രംഗത്തും പ്രശസ്തി ആർജിച്ചു വരികയാണ്. ഇതുപോലൊരു ഗുരുവിനെ എനിക്ക് കിട്ടിയതിൽ ഈശ്വരനോട് ഞാൻ പ്രത്യേകം ഈശ്വരനെ നന്ദി അർപ്പിക്കുകയാണ്. പഠിച്ചിരുന്ന കാലത്തെ ചില സംഭവങ്ങൾ ഓർത്ത് ഞങ്ങളിപ്പോഴും തമ്മിൽ പറഞ്ഞ് ചിരിക്കാറുണ്ട്. യൂത്ത് ഫെസ്റ്റിവലിന് മറ്റേ ശാസ്ത്രീയ സംഗീതത്തിന് ഞാൻ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശരിയായിട്ട് അതിന് പ്രതികരിച്ചില്ല മധു. അപ്പോൾ എൻ്റെ സ്വസിദ്ധമായ ആ ദേഷ്യം മധുവിനോടുണ്ടായി. പിന്നെ മധുവിനെ കുറച്ച് നാളത്തേക്ക് ഇങ്ങോട്ട് പാട്ട് പഠിക്കാനായിട്ട് കണ്ടില്ല. അവസാനം ഞാൻ മധു പഠിച്ചിരുന്ന സ്കൂളിൽ ചെന്ന് അന്വേഷിച്ചു. അവസാനം വീട്ടിൽ ചെന്ന് മധുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത്. അതെനിക്ക് പിന്നീട് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് സാറിൻ്റെ ആത്മാർത്ഥത കൊണ്ടാണ് അങ്ങനെ. ശരിക്കും പറഞ്ഞാൽ ഗുരുനാഥൻ ദേഷ്യപ്പെടുന്നതെല്ലാം ശരിക്കും സ്വാഭാവികമാണല്ലോ. അത് ശരിക്കും ആത്മാർത്ഥത കൊണ്ടാണ് അദ്ദേഹം, ഞാൻ നന്നാവാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും അതിൻ്റെയൊക്കെ ഫലം ഇപ്പോഴും മധുവിനെ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സംഗീത രംഗത്തെ ഇത്രയും വളർച്ച ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരാൻ പറ്റിയെന്നുള്ളത് വലിയൊരു അഭിമാനകരമായ കാര്യമാണ്. പല സാറിൻ്റെ അടുത്ത് വന്ന പലരും ഈ ദൂരക്കൂടുതൽ കൊണ്ടും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും ചിലവർ മാറിപ്പോയിട്ടുണ്ട് അല്ലേ? എന്നിട്ടും എനിക്ക് ഈ ഗുരുനാഥനെ കൈവിടാൻ എനിക്ക് എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. ഇപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ വർഷം ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്താണ് പഠിച്ചിരിക്കുന്നത്.
ഇനി ഒരിക്കലും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പോവുകയുമില്ല. ഈ പാട്ട് ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും. എങ്ങനെയാണെന്ന് പറഞ്ഞേ, എങ്ങനെയാ ഓർമ്മ എന്ന് പറഞ്ഞേ. ചേട്ടൻ ഞങ്ങളുടെ തറവാടിൽ വരുമ്പോൾ സ്ഥിരം പാടാറുള്ള ഒരു പാട്ടായിരുന്നു. സ്ഥിരം പാടാറുള്ള അല്ല, പാട്ടായിരുന്നു. മിക്കവാറും പാട്ട് പാടാൻ പറയുമ്പോൾ അത് ശരി. പാട്ടായിരുന്നു. ഇതെൻ്റെ ഭാര്യ ദിവ്യ. നമസ്കാരം. വിദിത എന്നാണ് ശരിക്കുള്ള പേര്. വിദിത എന്ന് എനിക്ക് അറിയാൻ തുടങ്ങിയത് എൻ്റെ കല്യാണത്തിൻ്റെ സമയത്താണ് ശരിക്കുള്ള പേര് വിദിത എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. എനിക്ക് ദിവ്യ എന്നാണ് അറിയുള്ളായിരുന്നു. കോതമംഗലത്ത് മാതിരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ തറവാട്. ഞങ്ങൾ നേരത്തെ തന്നെ ബന്ധുക്കളാണ്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള പരിചയം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ തറവാട്ടിൽ പോകുമായിരുന്നു. ദിവ്യ വല്ലപ്പോഴും ഒരിക്കൽ, ഞാൻ മാതിരപ്പള്ളിയിൽ തന്നെയാണ് പഠിച്ചത്, കോളേജിൽ പഠിച്ചപ്പോൾ മാതിരപ്പള്ളിയിൽ താമസിച്ചാണ് പഠിച്ചത്, മാറത്തനേഷ്യസ് കോളേജ് കോതമംഗലം. അപ്പോൾ അതുമാത്രമല്ല, ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ എപ്പോൾ വെക്കേഷൻ ഉണ്ടായാലും, വെക്കേഷൻ കാലത്ത് ഞാൻ എപ്പോൾ സമയം കിട്ടിയാലും ഞാൻ കോതമംഗലത്ത് മാതിരപ്പള്ളിയിൽ വരുമായിരുന്നു. അപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവരെ കാണാറുണ്ടായിരുന്നു. സത്യത്തിൽ അപ്പോഴൊന്നും പ്രേമമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോഴാണ് നമ്മൾ പ്രേമിച്ചു തുടങ്ങിയത്? എനിക്കും മധുചേട്ടനോട് ഒരു ഗായകൻ എന്നുള്ള രീതിയിലൊരു ആരാധനയായിരുന്നു ആദ്യം. പിന്നീട് എപ്പോൾ ഞങ്ങളുടെ തറവാട്ടിൽ വരുമ്പോഴും പാട്ടുകൾ പാടിക്കുമായിരുന്നു. പിന്നീട് മധുചേട്ടൻ്റെ പ്രോഗ്രാം കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയാനായിട്ട് വിളിക്കുമായിരുന്നു. അങ്ങനെ പിന്നീട് അവിടെ അമ്പലത്തിലെ ഉത്സവത്തിന് ഞാൻ പാട്ട് പാടി ഗാനമേളയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോഴും എൻ്റെ പാട്ടുകൾ കേൾക്കാറുണ്ടല്ലോ ദിവ്യ? ഓ, അന്ന് കേട്ടു. എല്ലാവരും, ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടിയാണ് വന്നത് ഗാനമേളയ്ക്ക്. അന്നെല്ലാം ഒരു അതിനുശേഷം ഞാനൊരു ചാനലിൽ പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നു, ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം. അപ്പോൾ അത് കഴിയുമ്പോൾ ദിവ്യൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. ആ പ്രോഗ്രാം കഴിയുമ്പോൾ പാട്ടിനെ പറ്റിയുള്ള അഭിപ്രായം പറയാനായിട്ട് ദിവ്യയും ദിവ്യയുടെ അനുജൻ ശ്രീശാന്ത്, ഇപ്പോൾ ക്രിക്കറ്ററാണ് അദ്ദേഹം, അപ്പോൾ ഇവർ രണ്ടുപേരും എന്നെ വിളിക്കുമായിരുന്നു. അപ്പോൾ തുടരെ ഇങ്ങനെ എല്ലാ ശനിയാഴ്ചയും വിളിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ചിലപ്പോൾ വിളിക്കാൻ ലേറ്റ് ആവുമോ വിളിക്കാതിരിക്കുകയോ ചെയ്താൽ അപ്പോൾ എനിക്കൊരു എന്താണാവോ വിളിക്കാൻ എന്നുള്ളൊരു ചിന്ത വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കണമെന്ന് എനിക്കും തോന്നി. അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ ഒരു പ്രേമം തോന്നി തുടങ്ങിയത്. ദിവ്യയുടെ മനസ്സിലാണ്. പിന്നീട് മധുചേട്ടൻ ഇങ്ങോട്ട് പറയുകയും ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ. ആണല്ലേ? അപ്പൊ എന്നെ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരുന്നത്? അത് ശനിയാഴ്ചകളിൽ വിളിച്ച ആരാധന കൊണ്ടായിരുന്നു. ശനിയാഴ്ച വിളിച്ചിട്ടുണ്ടെങ്കിൽ ആരാധന കൊണ്ട് ശനിദോഷം മാറാനായിരുന്നോ? ശരി. അത് പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം അറിയിച്ചു. അപ്പൊ മനസ്സിലൊന്നും തോന്നിയിരുന്നില്ല അല്ലേ? പറഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഇഷ്ടം തോന്നിയത്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ എല്ലാം കുഴപ്പമായത്. ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണിനു കണ്ണാം എൻ കൺമണി കണ്ണൂഞ്ചലാടും മങ്കൈ മണി നീ മാർഗഴി തിങ്കളിൻ മടുമലർ മടിത്തട്ടിലെ പൊന്മാനോ പാൽക്കനവോ നിൻജീവനിൽ ഒഴുകുന്നു ഞാൻ ഒരു സ്നേഹഗംഗ നൈർമല്യമായി